ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ഒരു ചെറിയ സെഷനാണ്. അപ്പം ഓൾറെഡി നമ്മൾ ശ്യാം സാർ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഡീപ്പായിട്ട് ക്രോൾ റേറ്റിനെ കുറിച്ചും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചും, ക്രോൾ റേറ്റ് കൂടുമ്പോൾ എന്താണ് മീനിങ്, ക്രോൾ റേറ്റ് കുറഞ്ഞാൽ എന്താണ് മീനിങ്, സഡൻ ഹൈക്ക് എന്താണ് ഉണ്ടാക്കുന്നത്, സഡൻ ഡ്രോപ്പ് എന്താണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ലിങ്ക് വരും, നിങ്ങളത് എടുത്ത് ഒന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ടില്ലാത്തവർ. നല്ല ഇൻഫോർമേറ്റീവായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ അവിടെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സാധാരണ സെർച്ച് കൺസോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ആദ്യം എടുക്കുന്നതും ആകെ അനലൈസ് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ടൂളിനെ മാത്രമാണ്. പക്ഷേ ഞാൻ ഗൂഗിൾ സെർച്ച് കൺസോളിനെ കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ, ഞാൻ പറയുമ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും എപ്പോഴും സംസാരിക്കുന്നത് അതൊരു സിംഗിൾ ടൂളല്ല, ഒരുപാട് ടൂളുകളുടെ, അതായത് പണ്ട് ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടൂളുകൾ ഉണ്ടാക്കി പല സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി കമ്പൈൽ ചെയ്തുകൊണ്ട് ഗൂഗിൾ ഒരു സിംഗിൾ സാധനമാക്കി അതിനെ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൂളുണ്ട്. അതിൽ പെർഫോമൻസ് ഒരു ഏരിയ മാത്രമാണ്. അതിന് താഴെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഈ ഒരു സെഷനെ കുറിച്ചാണ്. ഇൻഡെക്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പേജസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ SEO ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് പലപ്പോഴും പല കമ്മ്യൂണിറ്റികളിലും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ കുറേ പേജ് ഇൻഡെക്സ്ഡ് ആയിട്ടില്ല, അതെന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് ഇതൊക്കെ ഇൻഡെക്സ് ചെയ്യിക്കുക? അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ബേസിക്കലി നമ്മുടെ വെബ്സൈറ്റിലെ പല പേജുകളും ചിലപ്പോൾ ഡൈനാമിക്കലി ക്രിയേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടൈമിൽ ഇപ്പം രണ്ട് രീതിയാണ് ക്രോളിങ്ങിനുള്ളത്, അല്ലെങ്കിൽ ഒരു പേജ് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഗൂഗിൾ രണ്ട് രീതിയാണ്. ഒന്ന് നമ്മുടെ സൈറ്റ് മാപ്പും, രണ്ടാമത്തത് ഏതെങ്കിലും ഒരു ലിങ്കും. ഇപ്പോൾ ലിങ്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയാലും മതി. അപ്പോൾ ആ ലിങ്കിൻ്റെ അകത്ത് ഒരു ഇൻവാലിഡ്, ഒരു 404 ലിങ്കാണ് കിടക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പേജ് നമ്മളെ വെബ്സൈറ്റിൽ ഇല്ല എന്നും അത് ക്രോൾ ചെയ്യുകയോ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ഗൂഗിളിന് ഓൾറെഡി അറിയാം. അപ്പോൾ അത് ഇൻഡെക്സ് ചെയ്യപ്പെടാണ്ടിരിക്കേണ്ട ഒരു പേജ് തന്നെയാണ് അത്. അവിടെ ആ പേജ് ഇൻഡെക്സ് ചെയ്യേണ്ട. അപ്പോൾ അത്തരം നോളജുകൾ, അതായത് എല്ലാ പേജുകളും ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം പേജുകൾ, ഇൻഡെക്സ് ചെയ്യേണ്ട പേജുകൾ ഏതൊക്കെ, ഇൻഡെക്സ് ചെയ്യപ്പെടാണ്ടിരിക്കേണ്ട പേജുകൾ ഏതൊക്കെ, എന്തുകൊണ്ടാണ് എല്ലാ പേജുകളും ഇൻഡെക്സ്ഡ് ആവാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഇൻഡെക്സ്ഡ് ആയ പേജുകൾ നമ്മൾ തൽക്കാലം മറക്കുന്നു. പകരം നമ്മൾ ഇൻഡെക്സ്ഡ് ആവാത്ത വൈ പേജസ് ആറിൻ്റ് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്ന ഈ സെഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം ആദ്യത്തെ ഒരു ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ പേജുകൾ ഇൻഡെക്സ് ചെയ്യാണ്ടിരിക്കാനുള്ള ആദ്യത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് പേജസ് വിത്ത് റീഡയറക്റ്റ്. അതായത് പേജ് നമ്മൾ ആ കണ്ടിരിക്കുന്ന URL ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, 301 റീഡയറക്ഷൻ നടത്തുന്നത് കൊണ്ട് ആ പേജ് ഞാൻ ഇൻഡെക്സ് ചെയ്യുന്നില്ല. അത് ജെന്യുവനല്ലേ? നമ്മൾ എന്തിനാണ് 301 റീഡയറക്ഷൻ ചെയ്യുന്നത്? ഇങ്ങനൊരു പേജ് ഇവിടെ ഇല്ല, അതിന് പകരം നിങ്ങൾ അടുത്ത പേജിലോട്ട് പോയിക്കോളൂ എന്ന് പറയാനാണ്. അപ്പം ആ പേജ് ഓട്ടോമാറ്റിക്കലി ഒരു 301 റീഡയറക്ഷൻ നടന്നിരിക്കുന്ന പേജാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ആകെ ശ്രദ്ധിക്കേണ്ടത്? എന്തെങ്കിലും ഒരു കാരണവശാൽ, ഇപ്പം ഞാൻ ചെയ്തത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പേജ് ഇൻഡെക്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ട് പേജസ് വിത്ത് റീഡയറക്റ്റ് ആ കോളത്തിൽ എവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിങ്കുകൾ കുറേ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ലിങ്കുകൾ ഏതെങ്കിലും ഒന്ന് ജെന്യുവനായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അതറിയാതെ എങ്ങനെയെങ്കിലും റീഡയറക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ റീഡയറക്ഷൻ കോഡ് ഒന്ന് എടുത്ത് മാറ്റാൻ നമ്മൾ ഡെവലപ്പറോടൊന്ന് പറയുക. അപ്പോൾ അതല്ലാതെ ഇവിടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസും നമുക്ക് വരാൻ പോകുന്നില്ല. കാര്യം നമ്മൾ 301 റീഡയറക്ഷൻ അല്ലെങ്കിൽ മറ്റ് 302 എന്തെങ്കിലുമൊക്കെ ആയിട്ട് റീഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേജുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അത്തരം പേജുകളെ എന്ത് ചെയ്യേണ്ട, നമുക്ക് ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് ഒരു ഇൻഡെക്സ് ചെയ്യപ്പെടേണ്ടാത്തൊരു പേജ് തന്നെയാണ്. പിന്നെ എക്സ്ക്ലൂഡഡ് ബൈ നോ ഇൻഡെക്സ് ടാഗ്, അതായത് നമ്മൾ റോബോട്ട് ടാഗിൽ അതായത് മെറ്റ റോബോട്ട് ടാഗിൽ നോ ഇൻഡെക്സ് നോ ഫോളോ, അല്ലെങ്കിൽ നോ ഇൻഡെക്സ് ഫോളോ, നോ ഇൻഡെക്സ് എന്നൊക്കെ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഓൾറെഡി ഇംപ്ലൈ ചെയ്യുകയാണ് നിങ്ങൾ ഈ പേജ് ഇൻഡെക്സ് ചെയ്യേണ്ട. അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന പേജുകളുണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പേജുകളായിരിക്കാം, നമ്മുടെ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച പേജുകളായിരിക്കാം, എംപ്ലോയീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം, ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അത്തരം പേജുകൾ ചിലപ്പം ഇൻഡെക്സ് ചെയ്യപ്പെടാത്ത പേജുകളാണെങ്കിൽ അതിന് നമ്മൾ നോ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ജെന്യുവിൻ
നോ ഇൻഡെക്സിങ് തന്നെയാണ് അവിടെ നടക്കുന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും ഏതെങ്കിലും ഒരു പേജ് അറിയാതെ നമ്മൾ നോ ഇൻഡെക്സ് ടാഗ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സെഷനിലോട്ടും ഇടയ്ക്കൊന്ന് പോയി നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു പുതിയ പേജ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നോ ഇൻഡെക്സ് ആയി പോയിട്ടുണ്ടോ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു വേർഡ് പ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി ഫീഡ് എന്ന് പറയുന്ന ഒരു പേജ് URLകൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് എക്സ് റോബോട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് വേർഡ് പ്രസ് തന്നെ അത് ആക്ച്വലി ഇൻഡെക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി എക്സ് റോബോട്ട് നോ ഇൻഡെക്സ് വെക്കും. അപ്പോൾ അത്തരം പേജുകൾ ബേസിക്കലി ഗൂഗിൾ അറിയേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ യൂസറെ കാണിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത് വേർഡ് പ്രസ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന പേജുകളാണ്. അപ്പം അത് ജെന്യുവനായിട്ട് തന്നെ നോ ഇൻഡെക്സ് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടേണ്ട പേജുകളാണ്. പിന്നെയുള്ളൊരു ഇഷ്യൂ ആണ് ആൾട്ടർനേറ്റീവ് പേജ് വിത്ത് പ്രോപ്പർ കാനോനിക്കൽ. അപ്പോൾ നമ്മൾ എന്തിനാണ് കാനോനിക്കൽ ടാഗുകൾ യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പേജിൻ്റെ തന്നെ ഡിഫറെൻറ്റ് URL ഉണ്ടെങ്കിൽ ഏതാണ് മേജർ URL, ഏതാണ് മാസ്റ്റർ URL, ഏതാണ് മദർ URL എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കാനോനിക്കൽ ടാഗുകൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ കാനോനിക്കൽ ടാഗ് ഓൾറെഡി വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ അതിൻ്റെ കോപ്പിയാണ്, അപ്പോൾ അതാണ് ഒറിജിനൽ എന്നാണ് ഒരു കാനോനിക്കൽ ടാഗ് എപ്പോഴും പറയുക. അപ്പോൾ ഗൂഗിളിനോട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതാണ് ഒറിജിനൽ, ഞാൻ എൻ്റെ ജസ്റ്റ് കോപ്പിയാണ്, എന്നെ ഒഴിവാക്കിയേക്ക് എന്ന് പറഞ്ഞ് തന്നെയാണ് കാനോനിക്കൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ഒരു ജെനുവിൻ പേജാണ്, അവിടെയും തെറ്റില്ല. അപ്പം അതും ഇൻഡെക്സ് ചെയ്യപ്പെടേണ്ടാത്തൊരു പേജാണ്. അപ്പോൾ നമ്മൾ അതും അധികം ഇഷ്യൂ ചെയ്യേണ്ട. നമ്മൾ അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു പേജിൽ അറിയാതെ എന്തെങ്കിലും ഒരു കാനോനിക്കൽ കയറി വന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ വേറൊരു ഏരിയയാണ് 404 നോട്ട് ഫൗണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരാം. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് 404 ഒരു പേജുകൾ ക്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗൂഗിൾ ഒരു പേജിനെ കണ്ടുപിടിക്കുന്നത്. രണ്ട് രീതിയാണ് ഉള്ളത്. ഒന്ന് സൈറ്റ് മാപ്പും രണ്ടാമത്തത് ലിങ്കും. അപ്പോൾ സൈറ്റ് മാപ്പ് വഴി ഒരു പേജ് കണ്ടുപിടിക്കുമ്പം ഭൂരിഭാഗം ടൈമിലും 404 എറർ വരാൻ ചാൻസ് ഇല്ല, അൺലെസ് നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തൊരു പേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സൈറ്റ് മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാതിരുന്നെങ്കിൽ മാത്രം. പലപ്പോഴും ഡൈനാമിക്കലി തന്നെ ഇത് സൈറ്റ് മാപ്പിൽ അപ്ഡേറ്റ് ആയി പോവാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ മാനുവലി അപ്ഡേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇത് സൈറ്റ് മാപ്പ് എന്ന് ചിലപ്പം ഒരു 404 പേജ് റാങ്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉള്ളത് ലിങ്കുകൾ. നമ്മൾ ഇൻറ്റേർണലി ലിങ്ക് ഇട്ട് വെച്ചിരിക്കുന്ന ഏതെങ്കിലും പേജിൽ അറിയാണ്ട് എങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമോ, URL സ്ലഗിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്ന് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് നമുക്കൊരു ലിങ്ക് കിട്ടുമ്പോൾ അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി ലിങ്കുകളിൽ ഒരു മാറ്റം വരുമ്പോഴൊക്കെയാണ് പലപ്പോഴും 404 എറർ നമുക്ക് കാണുക. കാര്യം അങ്ങനത്തെ ഒരു പേജ് ആ വെബ്സൈറ്റിൽ ഉണ്ടാവില്ല. അതാണല്ലോ 404 എററിൻ്റെ മീനിങ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യും. നമുക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ വളരെ കുറവാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സൈറ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെ? ആ പേജിൻ്റെ ഒന്ന് എന്ത് ചെയ്താൽ മതി, യഥാർത്ഥ 404 കാണുന്ന ആ പേജിൻ്റെ ലിങ്ക് കണ്ടുപിടിച്ച് എവിടെ നിന്നാണോ ആ ലിങ്ക് വന്നത് അതൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ പിന്നീടുള്ളൊരു സെഷനാണ് ഡ്യൂപ്ലിക്കേറ്റ് വിത്തൗട്ട് യൂസർ സെലക്റ്റഡ് കാനോനിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? യൂസർ ഒരു കാനോനിക്കൽ സെലക്ട് ചെയ്തിട്ട്, അതായത് നമ്മളൊരു കാനോനിക്കൽ ഗൂഗിളിന് പറഞ്ഞു കൊടുത്തിട്ടില്ല ഏതാണ് ഒറിജിനൽ മദർ. അപ്പോൾ ഗൂഗിൾ അതിൻ്റേതായ വേർഷനിൽ ഒന്ന് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതിൻ്റെ പാരൻറ്റ് പേജിൽ ഒരു കാനോനിക്കൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാക്കി പേജുകളിലെല്ലാം എന്ത് ചെയ്യും? അത് കാനോനിക്കൽ പേജ് ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുകയും അതിൻ്റെ യഥാർത്ഥ പേജുകൾ ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കാനോനിക്കലി ഡിക്ലെയർ ചെയ്യാതിരിക്കുന്നത് ബേസിക്കലി ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പം എന്നാൽ നമ്മളിവിടെ എടുത്തു നോക്കുമ്പം കാണാം ഇങ്ങനൊരു പേജ് ആ വെബ്സൈറ്റിൽ ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് ഒരു UTM ടാഗ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തില്ല? ഇത് ബേസിക്കലി എന്ത് ചെയ്തിട്ടില്ല? ആ സമയത്ത് കാനോനിക്കൽ ഈ പേജിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലാസ്റ്റ് ക്രോൾഡ് എന്ന് പറയുന്നത് 5th Jan 2021 അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇത് പിന്നീട് ഒരിക്കലും ക്രോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പേജ് ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാനോനിക്കൽ ആഡ് ചെയ്ത് കിടക്കുന്ന കാരണം ഇതെന്ത് ചെയ്യില്ല?
ഈ ഇഷ്യൂ ഇവിടെ കാണില്ല. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും ഈ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് അപ്പോഴും പെർസിസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ടെക്നിക്കൽ ടീമുമായിട്ട് ജസ്റ്റ് ഒന്ന് കാനോനിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സോൾവ് ചെയ്യും. പക്ഷെ പലപ്പോഴും ഈ UTM പേജുകളൊന്നും റീക്രോൾ ചെയ്യാറില്ല. നമ്മൾ മാനുവലി ക്രോൾ ചെയ്യിപ്പിക്കണം. എന്തിന് നമ്മൾ ക്രോൾ ബഡ്ജറ്റ് കളയണം? അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. എന്നാലും നിങ്ങൾ ഏതെങ്കിലും പേജിൽ കാനോനിക്കൽ കൊടുക്കാതിരുന്നാൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അഡ്വാൻസ്ഡ് SEO കോഴ്സിൽ നമ്മൾ ഈ കാനോനിക്കലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ SEOനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻഫാക്റ്റ് ഒരു സെഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് കാനോനിക്കലൈസേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പേജുകളെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രൊഫഷണലി എന്നുള്ളത്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ SEOന് വേണ്ടി മൾട്ടിപ്പിൾ ലൊക്കേഷന് വേണ്ടി ഒരേ കണ്ടൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മൾ ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാനോനിക്കലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീടുള്ള ഒരു ഏരിയ ആണ് ക്രോൾഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പം എന്താണ് ക്രോൾഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ്? നിങ്ങൾ ഇത്രയും നേരം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഏരിയയിൽ റീസൺസ് ആണ് ആദ്യം കാണുന്നത്, പിന്നീട് സോഴ്സ് നമ്മൾ കണ്ടു, അതിന് ശേഷം നമ്മൾ വാലിഡേഷൻസ് കണ്ടു, പിന്നെ ട്രെൻഡ് കണ്ടു, പേജസ് കണ്ടു. ഇങ്ങനെ ഒരു ടേബിൾ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ? ഇതിൽ സോഴ്സ് നിങ്ങളൊന്ന് നോക്കാവോ? ഈ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന 5 ഇഷ്യൂസും എന്താണ്? വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഇഷ്യൂസാണ്. അതായത് അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന ഇഷ്യൂസാണ്. അത് പലപ്പോഴും അത് ഗൂഗിളിന് വേണ്ടാത്ത പേജുകൾ തന്നെ ആയിരിക്കും, അതായത് യൂസറിന് വേണ്ടാത്ത പേജുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരം പേജുകൾ വെറുതെ ക്രോൾ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല. പക്ഷേ അവസാനത്തെ 2 നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സോഴ്സായിട്ട് കാണുന്നത് ഗൂഗിളാണ്, അതായത് ഗൂഗിൾ സിസ്റ്റംസ് ആണ്. ഗൂഗിൾ ഡിസൈഡ് ചെയ്തു ആ പേജ് ഇൻഡെക്സ് ചെയ്യണ്ട എന്നുള്ളത്. അപ്പോൾ ഇത് 2 ക്രോൾഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ്, ഡിസ്കവേർഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ്, ഇത് രണ്ടും ബേസിക്കലി എന്താണ്? ഒരു മേജർ ഇഷ്യൂ ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. എന്തുകൊണ്ട്? അപ്പോൾ ഈ 2 ഇഷ്യൂസ് വരാനുള്ള കാരണം, അതിൽ ആദ്യത്തെ റീസൺസ് നമുക്ക് എടുക്കാം, ക്രോൾഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ്. ഈ ഇഷ്യൂ വരാനുള്ള കാരണം ഒന്നുകിൽ ആ പേജ് ഇൻഡെക്സ് ചെയ്യുന്നത് ബേസിക്കലി ഇൻഡെക്സ് ചെയ്യാൻ വರ್ತല്ല എന്നാണ് ഗൂഗിൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ക്രോൾ ചെയ്തു, ഈ പേജ് ഇൻഡെക്സ് ചെയ്യാൻ വರ್ತല്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് വರ್ತല്ലാതാവും? ഒന്നുകിൽ ഒരു തിൻ പേജ്, അതായത് തീരെ കണ്ടൻ്റ് ഇല്ല, അതായത് മെയിൻ കണ്ടൻറ്റിൻ്റെ അളവ് വളരെ കുറവും സപ്ലിമെൻ്ററി കണ്ടൻറ്റ് വളരെ കൂടുന്നതായിട്ടുള്ള പേജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തിൻ പേജസ് എന്ന് വിളിക്കുന്നത്. ഒരു തിൻ പേജ് ആയാൽ ക്രോൾഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ് വരാം. പിന്നെ പ്ലാഗറിസം പോലെയുള്ള ഇഷ്യൂസ്, വളരെ വേഗമായിട്ട് ഇപ്പോൾ AI ഒക്കെ വെച്ച് ഭയങ്കര ജങ്കായിട്ട് അടിച്ചുണ്ടാക്കുന്ന കണ്ടൻറ്റുകൾ, ഇതൊന്നും ഗൂഗിൾ ഇൻഡെക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഒരു യുണീക്നെസ്സോ നിങ്ങളുടെ യുണീക്ക് ടച്ചുകളോ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു കണ്ടൻറ്റ് ബേസിക്കലി ഗൂഗിളിന് വീണ്ടും ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ എക്സ്പെർട്ടീസും നിങ്ങളുടെ എക്സ്പീരിയൻസുകളും ഒന്നും ആഡ് ചെയ്യാത്തൊരു കണ്ടൻറ്റ് എന്തിനാണ് ഗൂഗിളിന്, നിങ്ങളുടെ ബിസിനസ്സിന് എന്താണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ChatGPTയിൽ ചുമ്മാ ഒരു ടോപ്പിക് ഇട്ട് അതിന് എഴുതുന്ന ഒരു ബ്ലോഗ് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ഗൂഗിൾ അത് ഇൻഡെക്സ് ചെയ്യാനുള്ള ചാൻസ് ചിലപ്പോൾ കുറയും. കാര്യം അവരവരുടെ ബഡ്ജറ്റ്, അവരുടെ പെർഫോമൻസിൽ വരുന്ന ബഡ്ജറ്റ്, എക്സ്പെൻസ് വരുന്ന ബഡ്ജറ്റുകൾ കുറക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവർക്ക് അതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള പേജുകൾ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം വളരെ ഹെൽപ്ഫുള്ളായിട്ട് കണ്ടൻറ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്രോൾഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്ന ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. തിൻ കണ്ടൻറ്റുകൾ വരാതെ നോക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് കണ്ടൻറ്റുകളിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഇഷ്യൂ സോൾവ് ചെയ്യാം. അപ്പോൾ ഏറ്റവും അവസാനത്തുള്ളതാണ് ഡിസ്കവേർഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ്. അപ്പോൾ നമുക്കറിയാം ഗൂഗിൾ എങ്ങനെയാണ് ഒരു ഗൂഗിളിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഗൂഗിൾ ആദ്യം ഒരു പേജിനെ ഡിസ്കവർ ചെയ്യും, കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു പേജിനെ ക്രോൾ ചെയ്യും, ക്രോൾ ചെയ്തതിന് ശേഷം ആ പേജിനെ ഇൻഡെക്സ് ചെയ്യും, ഇൻഡെക്സ് കഴിഞ്ഞതിന് ശേഷം ഗൂഗിൾ എന്ത് ചെയ്യും? അതിനെ റാങ്കിങ്ങിന് എടുക്കും. അപ്പം ഇതാണ് ഗൂഗിളിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങളിപ്പം കൊച്ചിയിൽ നിന്ന് കണ്ണൂരേക്ക് ഒരു ട്രാവൽ ചെയ്യുകയാണ്, റോഡ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളൊരു ബ്രാൻഡിൻ്റെ കടയിൽ കയറി ഒരു ഫുഡ് കഴിച്ചു, ഭയങ്കര മോശം ഫുഡ്. അവിടെ നിന്ന് വേറൊരു
കടയ്ക്ക് അപ്പുറത്തെ ഒരു അതേ ബ്രാൻഡിൻ്റെ തന്നെ വേറൊരു കടയിൽ കയറി ഒരു ഫുഡ് കഴിച്ചു, അതും മോശം ഫുഡ്. അങ്ങനെ പിന്നീട് ഒരു തവണയും കൂടി അത് ട്രൈ ചെയ്തു. പിന്നെ 4ാമത് നമ്മൾ ഒരിക്കലും പിന്നെ ആ ബ്രാൻഡിനെ ട്രൈ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ഗൂഗിൾ ഒരു തവണ ക്രോൾ ചെയ്തു, ഡിസ്കവർ ചെയ്തു, ക്രോൾ ചെയ്തു, ഇൻഡെക്സ് ചെയ്യാൻ നോക്കുമ്പോൾ കണ്ടൻറ്റ് ക്വാളിറ്റി ഇല്ല. വീണ്ടും ഡിസ്കവർ ചെയ്തു, ക്രോൾ ചെയ്തു, ഇൻഡെക്സ് ചെയ്യാൻ നോക്കുമ്പോൾ കണ്ടൻറ്റ് ക്വാളിറ്റി ഇല്ല. വീണ്ടും ഇത് ചെയ്യാൻ നോക്കി. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കണ്ടൻറ്റിന് ഗൂഗിളിനൊരു ക്രോൾ ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നൽ വരും. അതായത് ഡിസ്കവർ ചെയ്യുന്നത് നടന്നു, ക്രോളിങ്ങേ ചെയ്യേണ്ട, അത്രയും കൂടി വേസ്റ്റാണ് ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ ഇത് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ബേസിക്കലി ആ ഒരു ഇഷ്യൂയുടെ മീനിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പേജുകൾ ജെനുവിൻ ആണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. ആ ഒരു കാറ്റഗറിയിൽ ക്രോൾഡ് ബട്ട് നോട്ട് ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പ്രോപ്പറായിട്ട് ഇൻഡെക്സ് ചെയ്ത്, അതായത് നമ്മൾ ക്രോൾഡ് ബട്ട് നോട്ട് ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് വൃത്തിയാക്കി ഇൻഡെക്സ് ചെയ്യാൻ വിട്ടാൽ മതി. പക്ഷേ ഡിസ്കവേർഡ് ബട്ട് നോട്ട് ഇൻഡെക്സ്ഡ് എന്നാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പേജിൽ വർക്ക് ചെയ്ത് ആ കാറ്റഗറിയിൽ വരുന്ന ഭൂരിഭാഗം എല്ലാ പേജുകളിലും വർക്ക് ചെയ്ത് എല്ലാത്തിനെയും ഒരു മിനിമം ക്വാളിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഭൂരിഭാഗം സമയത്തും ഈ സോഴ്സായിട്ട് കിടക്കുന്ന, അതായത് ഇഷ്യൂ സോഴ്സായിട്ട് കിടക്കുന്ന ഇത് വെബ്സൈറ്റ് ആണെങ്കിൽ അവിടെ ഒരുപാടൊന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഗൂഗിളിൻ്റെ സിസ്റ്റം ആയിട്ട് തന്നെ ചില പേജുകൾ ഡിക്റ്റേറ്റ് ചെയ്ത് ഇൻഡെക്സ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് ജമ്പിൻ ചെയ്ത് ചെക്ക് ചെയ്ത് മാറ്റേണ്ട ഒരു ഏരിയയാണ്. അവിടെ വരുന്ന ഭൂരിഭാഗം ഇഷ്യൂവും കണ്ടൻറ്റിൽ വരുന്ന ഇഷ്യൂ ആണ്. കണ്ടൻറ്റ് ഹെൽപ്ഫുൾ ആവാത്തത്, കണ്ടൻറ്റ് യൂസ്ഫുൾ ആവാത്തത്, യൂസർ ഇൻറ്റൻറ്റ് മാച്ച് ചെയ്യാത്തത് എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അതിൻ്റെ അകത്തേക്ക് കൃത്യമായിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ആവാത്തത്. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് കണ്ടൻറ്റ് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് ഈ 2 ഇഷ്യൂസിനും കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ക്രോൾഡ് കറൻലി നോട്ട് ഇൻഡെക്സ്ഡ് കൂടും തോറും നിങ്ങളുടെ ഡിസ്കവേർഡ് കറൻലി നോട്ട് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്ന ഏരിയ കൂടും. അതുകൊണ്ടാണ് പല ട്രെയിനേഴ്സും പറയുന്നത് നിങ്ങൾ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചാറ്റ് ജിപിടിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടൂളിന് ഒരു പ്രോംപ്റ്റും കൊടുത്ത് അത് കോപ്പി പേസ്റ്റ് ചെയ്തിടരുത്. കാര്യം അത് ഒരു അഡീഷണൽ വാല്യൂം നിങ്ങളുടെ കണ്ടൻറ്റിനെ ആഡ് ചെയ്യുന്നില്ല. അത് എൻഷുർ ചെയ്തുകൊണ്ട് അത് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാവോ അതൊക്കെ കൊടുത്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടൻറ്റ് ബ്രീഫ് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടൻറ്റുകൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ മറ്റ് സെഷനിലൊക്കെ പറഞ്ഞ പോലെ വിവിധ ഓൺലൈൻ ടൂളുകളുണ്ട്. ഇപ്പം നോട്ട്ബുക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടേതായ രീതികളിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ നമ്മുടെ ചാറ്റ് ജിപിടിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഈ സെർച്ച് കൺസോളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള SEO കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി എൻട്രി ഒരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് SEO കോഴ്സ്. മാത്രമല്ല നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റ മാർക്കറ്റിംഗ് കോഴ്സിലും ഈ മൊഡ്യൂളുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2 കോഴ്സിലും നിങ്ങൾക്ക് ഡേറ്റ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിലും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് SEO പഠിക്കാനും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. താങ്ക് യു ഫോർ യുവർ ടൈം. ഹാവ് എ ഗുഡ് ഡേ.